1999 ഒരു സംഭവമാണ്. ഇംഗ്ലണ്ടിൽ ലോക മത്സരം നടക്കുകയാണ്. ഈ മത്സരത്തിൽ കളിക്കുമ്പോഴാണ് അച്ഛൻ രമേശ് ടെണ്ടുൽക്കർ മരിച്ചുവെന്ന മരണവാർത്ത സച്ചിൻ ടെണ്ടുൽക്കർ അറിയുന്നത്. അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ സച്ചിൻ വേഗം നാട്ടിലേക്ക് തിരിച്ചു. അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം സച്ചിൻ അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമെടുത്തു. കളി തുടരാനായി അത് വേഗം ഇംഗ്ലണ്ടിലെത്തി. അടുത്ത മത്സരം കെനിയയ്ക്കെതിരെയായിരുന്നു. പുറത്താകാതെ 140 റൺസ് നേടി ഇന്ത്യയെ സച്ചിൻ വിജയത്തിലേക്ക് എത്തിച്ചു. മത്സരശേഷം തൻ്റെ ഇന്നിങ്സ് അച്ഛനാണ് സച്ചിൻ സമർപ്പിച്ചത്. ഇത് അച്ഛൻ തനിക്ക് നൽകിയ ഊർജ്ജമെന്നും മൂല്യങ്ങൾക്കും കഠിനാധ്വാനത്തിനും വിനയത്തിനും അച്ഛനോട് പ്രതിബദ്ധതയുണ്ടെന്നും സച്ചിൻ പറഞ്ഞു. വ്യക്തിപരമായ നഷ്ടങ്ങൾക്കിടയിലും ഉത്തരവാദിത്തങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ മറന്നില്ല. അതാണ് സച്ചിൻ അന്ന് നമ്മെ പഠിപ്പിച്ച പാഠം. അർപ്പണബോധത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പര്യായമായി പിന്നീട് സച്ചിൻ മാറുകയായിരുന്നു. ആന്തരിക ശക്തിയും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും വെല്ലുവിളികളെയും തിരിച്ചടികളെയും മറികടക്കാൻ നമ്മെ അതൊക്കെ സഹായിച്ചു എന്ന് വരും. ഒരു മികച്ച പ്രൊഫഷണൽ വ്യക്തിപരമായ നഷ്ടങ്ങളെപ്പോലും ഇന്ധനമാക്കി വിജയത്തിലേക്ക് ടീമിനെ നയിക്കും. അതാണ് സച്ചിൻ്റെ ആ അനുഭവത്തിൽ നമുക്ക് ലഭിക്കുന്ന പാഠം. സച്ചിൻ നമ്മുടെ ഹൃദയത്തെ തൊട്ടതും അതുകൊണ്ട് തന്നെയാണ്.